ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിലെ കൊളോൺ ദേവാലയത്തിന്റെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഈസ്റ്റർ ഒക്കെ ആയതുകൊണ്ട് പേരിനാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ദേവാലയത്തിലേക്കാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ പിന്നിൽ ഒരു ഹിസ്റ്ററി തന്നെയുണ്ട്. ഈ ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതെന്ന് വേൾഡ് അവസാനിക്കുമെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. ഈ ദേവാലയത്തിൽ ഡെവിളിൻ്റെ ഡിസൈൻ ഇൻസ്പയർഡ് ചെയ്തുണ്ടാക്കിയെന്ന് പറയപ്പെടുന്നത്. 1200 ജർമ്മനിയിലെ കൊളോൺ എന്ന ടൗണിൽ ഈ കാണുന്ന ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കുമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇതിൻ്റെ ആർക്കിടെക്റ്റിന് എത്ര ആലോചിച്ചും ഒരു നല്ല ഡിസൈൻ കിട്ടുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഡെവിൾ പിശാച് ഇയാളുടെ മുമ്പിൽ ഒരു മനുഷ്യനായി വന്ന് ഒരു ഡിസൈൻ കൊടുത്തു. പകരമായി ആർക്കിടെക്റ്റിൻ്റെയും ഫാമിലിയുടെയും സോൾ ലൈഫ് തന്നെ തിരിച്ചു ചോദിച്ചു. ഡെവിളിൻ്റെ ഡീൽ ഇതാണ്: 3 വർഷത്തിന് ഉള്ളിൽ പണി തീർക്കാൻ സഹായിക്കും. അതിൻ്റെ പിറ്റേ ദിവസം കോഴി കൂവുന്നതിന് മുമ്പേ ഇവരുടെ ലൈഫ് എടുക്കും. അങ്ങനെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. അതിവേഗം പണി തീരാറായി. അത് 3 വർഷത്തിനുള്ളിൽ തന്നെ. അതോടെ ആർക്കിടെക്റ്റിന് ഭയങ്കരമായ വിഷമവും പേടിയും ഒക്കെ വന്നു. ആർക്കിടെക്റ്റിൻ്റെ ഭാര്യ ഇതറിഞ്ഞ് ഡെവിളിനെ ട്രിക്ക് ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ ആലോചിച്ചു. 3 വർഷത്തിൻ്റെ അവസാന ദിവസം ഇന്ന് തീരാനിരിക്കുവാൻ ഇനി ഒരു കല്ലുകൂടി വെച്ചാൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. അതിനു മുമ്പേ വൈഫ് കോഴിയെ പോലെ കൂവാൻ തുടങ്ങി. ഇത് കേട്ട് മറ്റുള്ള കോഴികളും നേരം വെളുത്തുവെന്ന് വിചാരിച്ച് നിരത്തി കൂവാൻ തുടങ്ങി. അതിനുശേഷം അവസാനത്തെ കല്ല് വെച്ച് പണി പൂർത്തിയാക്കി. കോഴി കൂവുന്നതിന് മുന്നേ പണി തീർത്ത് ജീവൻ എടുക്കുമെന്നായിരുന്നല്ലോ ഡീൽ. അത് നടക്കാതെ വന്നതോടെ ഡെവിൾ ഇൻവാലിഡായി. ഇത് മനസ്സിലാക്കിയ ഡെവിൾ ദേഷ്യത്തിൽ ദേവാലയത്തിൻ്റെ ഒരു വശം തകർത്ത് കളഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഗസ് ചെയ്തു: ദേവാലയത്തിൻ്റെ പണി ഒരിക്കലും പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഇനിയും എങ്ങാനും പൂർത്തിയാക്കിയാൽ അന്ന് ലോകം അവസാനിക്കും. ഇതിലെ കുർബാനയൊക്കെ സ്വീകരിച്ച് ഞങ്ങൾ ഇവിടുന്ന് ദേവാലയത്തിൻ്റെ ഫ്രണ്ടിലുള്ള ബ്രിഡ്ജ് നമുക്കിവിടെ കാണാം. അവിടെ ഒരു ലവ് ലോക്കാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരുപാട് വർഷം പരസ്പരം സ്നേഹിച്ചിട്ട് ഇവിടെ വന്ന് ലോക്ക് ചെയ്തിട്ട് ഈ കാണുന്ന ഈ നദിയിലേക്ക് അതിൻ്റെ കീ എടുത്തെറിയും. ഒരുപാട് വർഷം മുമ്പ് ആൾക്കാർ വന്ന് ഇവിടെ വന്ന്, അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പോലെയുള്ള കാലയളവിലുള്ള ലോക്കുകളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പരസ്പരം സ്നേഹിക്കുന്നവരും കല്യാണം കഴിഞ്ഞവരൊക്കെ ഇവിടെ വന്ന് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ കീ എടുത്ത് ഈ കാണുന്ന നദിയിലേക്ക് എടുത്തെറിയും. അപ്പോൾ ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കുമെന്നാണ് ഒരു വിശ്വാസം.